23 വാക്യമുണ്ട്. 22ഉം 23ഉം ചേർന്ന് വായിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താം. 55 സങ്കീർത്തനം. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കർത്താവെ, സംഭരിച്ച് അവരുടെ നാവുകളെ ചീറ്റിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കരവും കണ്ടിരിക്കുന്നു. ദുഷ്ടത എന്റെ നടുവിലുണ്ട്, ചതുവും വഞ്ചനയും അതിന്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. ഞാനോ നിന്നിൽ ആശ്രയിക്കും. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, സ്തുതിക്കുന്ന പിതാവേ, അടിയിൽ വീണ്ടും അവരുടെ പാദത്തിൽ കടന്നുവരുന്നു. സമയത്ത് രാമത്തെ ആരാധനയുടെ ഈ രണ്ടാമത്തെ ആരാധനയും ദൈവം പ്രാർത്ഥിക്കും. ഇനി ആരെങ്കിലും കടന്നു വരുവാനുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാം ദൈവനാമോത്വത്തിനാക്കിയത്. ഒരിക്കൽ കൂടി പ്രിയ ദേവദാസന്മാരെ ദൂരെ നിന്ന് കടന്നു വരുവാനിടയാണ്. അവരെ കൂടി നല്ല വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നിങ്ങൾ കൃപ നൽകണം. കർത്താവരെ കരങ്ങളിടുക, നല്ല സാക്ഷികൾ കേൾക്കുവാൻ, നല്ല വചനങ്ങൾ കേൾക്കുവാൻ, പാട്ടുപാടിയായി പറഞ്ഞിട്ട് വീണ്ടും കർത്താവ് കൃപ നൽകണം. അല്പസമയങ്ങളുടെ പാത്രത്തിലിരിക്കട്ടെ, അനുഗ്രഹത്തോടെ അയക്കണമേ. പ്രാർത്ഥനീയ സ്തോത്രം സകലതും യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. തമിഴ് വായിക്കാം. ദേവനെ എൻ ജപത്തെ കേട്ടരുളും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ആമേൻ വചനം. ആമേൻ. അവൻ ഏതിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. അവൻ തോറ്റു പോകുവാനും കഴിയും. അമേൻ. സ്തോത്രം. ആർക്കും നമ്മെ തോൽപ്പിക്കാം, എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയും. അമേൻ. പ്രാർത്ഥിക്കുന്ന ഒരുവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഒരു മന്ത്രവാദത്തിനും ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഏറ്റവും വിശ്വാസികളായ ദൈവമക്കളാകുന്ന ദൈവദാസന്മാരെ ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായിരിക്കും. ആമേൻ. അതിന് ഒരിക്കലും മുടക്കം വരാൻ പാടില്ല. ഏത് സന്ദർഭത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയും, നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. തൊട്ടടുത്തിരിക്കുന്നവന് ആമേൻ അവൻ പോലും അറിയത്തില്ല. നമ്മൾ കണ്ണടച്ചിരിക്കും. അടുത്തിരിക്കുന്നവരോട് നമ്മൾ ഉറങ്ങാണെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ ആരോടാ? തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. വായ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം,
ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. വായ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവൻ എല്ലാവരും കേൾക്കും. പക്ഷെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരുവൻ മാത്രം കേൾക്കും. ആർക്കും അത് തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് എല്ലാ വാക്യത്തിലും ഞാൻ കടന്നു പോകുന്നില്ല. ആമേൻ. ഈ പ്രാർത്ഥനയെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 16-17 വാക്യം വായിച്ച്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ, നമ്മുടെ വേദനകൾ പറയുവാൻ ഭർത്താവിനോടല്ല, ഭാര്യയോടല്ല, മക്കളോടല്ല, അയൽവക്കക്കാരനോടല്ല, കൂട്ടുകാരോടല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത്രമേൽ സങ്കടങ്ങൾ വന്നാൽ പറയുവാൻ ഒരിടം, ആമേൻ, ഒരേ ഒരിടം ദൈവത്തിന്റെ സന്നിധി മാത്രം. അത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എവിടെ നിന്നും മുഴങ്ങാൻ മടക്കിയാലും അത് കേൾക്കുന്നവനായ നല്ലവനായ ദൈവം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നമ്മുടെ അപ്പൻ ഒരിക്കലും ഉറങ്ങത്തില്ല. ഞങ്ങളൊക്കെ പാട്ടുപാടി ഉറക്കിയിട്ടുണ്ട് ദൈവങ്ങളെ. പണ്ടൊക്കെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പൂജയൊക്കെ കഴിയുമ്പോഴും. ആമേൻ. ഈ ദൈവത്തിന് അങ്ങനെ ആർക്കും പാട്ടുപാടി ഉറക്കാൻ കഴിയത്തില്ല. ആമേൻ. ഒരു നിമിഷം കണ്ണടച്ചു പോയിട്ടുണ്ടെങ്കിൽ കപ്പലും തകരും, വള്ളവും തകരും, എല്ലാം തകർന്നു പോകുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ. അതെങ്ങനെ ആരാധിക്കണം? അത് ജീവനോടെ ആരാധിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. രാവിലെയും വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. അപ്പൊ 3 നേരവും ദൈവത്തിന് സ്തോത്രം. നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാവിലെ, ആമേൻ, ഉച്ച, ആമേൻ, വൈകിട്ട്. ആമേൻ. അതിനെ യാമം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം തരുന്നു. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം എന്ന് വായിച്ച്. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവേ, ഇല്ല, ലേഖമാണ് 1 ശമൂവേൽ 11:11. 1 ശമൂവേൽ 11:11. പ്രഭാതയാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അവിടെ ഒരു യാമം കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാവിലെ, ആമേൻ. ദൈവത്തിന് തമിഴ് വായിച്ച്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ച്. ആമേൻ. പ്രഭാതയാമം. ഇനി അടുത്തൊരു യാമമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം പുലമ്പൽ 2. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാലും ഞാനിത് പറയുന്നതിന് കാരണം ഞാൻ ചോദിച്ചാൽ, ആമേൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക്, ആമേൻ, എല്ലാത്തിനും കുറവ് വന്നാലും പ്രാർത്ഥനയ്ക്ക് കുറവ് വരികയില്ല. പ്രത്യേകിച്ച് പ്രായമുള്ള അപ്പച്ചമാരോ അമ്മച്ചമാരോ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. ആമേൻ. അതൊരു അനുഗ്രഹമാണ്. ഞാൻ ശാപമായിട്ട് കാണുന്നു. അനാശാലോട്ട് കൊണ്ട് തള്ളുന്നു. അവൻ വൃദ്ധസദനത്തിലോട്ട് കൊണ്ട് തള്ളുന്നു. അവരൊരു ശല്യമാണ്. പക്ഷേ നമുക്ക് അങ്ങനല്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പച്ചനും അമ്മച്ചും ഉണ്ടെങ്കിൽ ഏത് സമയത്തും തോത്രം തോത്രം ഹല്ലേലൂയ, തോത്രം തോത്രം ഇത് തന്നെയായിരിക്കും. അത് ആ വീടിനും അവരുടെ മക്കൾക്കും കൊച്ചു മക്കൾക്കും അതൊരു വലിയ അനുഗ്രഹമാണ്. എനിക്കൊരു അപ്പച്ചനും അമ്മച്ചും ഉണ്ടായിരുന്നു. അപ്പച്ചന് ഏത് സമയത്തും പറമ്പിൽ പണിയുമ്പോഴും തോത്രം, അങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വരുമ്പോഴും തോത്രം, കുളിക്കുമ്പോഴും തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ അമ്മച്ചി പറയും എപ്പോഴും എന്റെ മോനെ ഇത് തന്നെയാ അപ്പച്ചന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രായമുള്ള മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ് കേട്ടോ. അത് ശാപമല്ല.
ദൈവത്തിന് ഇന്നലെ ശാപമായിട്ട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ ഏത് സമയത്തും ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഏലപ്പാറയിൽ 3 കുഞ്ഞുങ്ങളുടെ സ്നാനം ഉണ്ടായിരുന്നു. ആ സ്നാനത്തിൽ ഞാനും പങ്കെടുക്കുവാനിടയായി 3 ആമേൻ കൗമാരക്കായ 15ഉം 14ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അവർ സ്നാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെയധികം സന്തോഷം. അതിനകത്ത് അവൻ ഒരു കൊച്ചുമകൻ വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റാണ്. പക്ഷെ ആ കൊച്ചുമകന്റെ വല്യപ്പൻ അവൻ ആ വീട് ചോർന്നൊലിക്കുമായിരുന്നു. നല്ലൊരു പുതപ്പില്ല, നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, ഒന്നുമില്ലായിരുന്നു. പക്ഷേ രോഗിയായി കിടന്നു. ആ സമയത്തൊക്കെയും അപ്പച്ചനും അമ്മച്ചി അവർ കൊച്ചുമക്കളൊക്കെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞാൻ 6 ദിവസങ്ങളിൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെയ്തിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞു, മോനെ നാളെ 4 മണിക്ക് ഞാൻ പോകും. കേസലോ നാളെ 4 മണിക്ക് ഞാൻ പോകും. ചോർന്നൊലിക്കുന്ന വീടാ, മെത്തയില്ല, പുതപ്പില്ല, നല്ല വസ്ത്രമില്ല, നല്ല ആഹാരമില്ല, ഒന്നുമില്ല. പക്ഷേ ഒന്ന് മാത്രമുണ്ട്, അവർ ആരാധിച്ച ദൈവം അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നാളെ 4 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കൃത്യം 4 മണിക്ക് തന്നെ ആമേൻ. അല്ലെങ്കിൽ കടുവാക്കാട്ടിലെ അപ്പച്ചൻ പാപ്പച്ചൻ പാസ്റ്റ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് പോവാനിടയായി. നാലും ചോദിക്കണം, കിടപ്പാടമില്ല, നല്ല മെത്തയില്ല, ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിനകത്ത് കിടക്കുകയാണ്. ആമേൻ. അപ്പോഴും ആ മനുഷ്യന്റെ പ്രത്യാശ, അച്ഛന്റെ പ്രത്യാശ ആലോചിച്ചു. അതൊക്കെ മറക്കാൻ കഴിയത്തില്ല, മറന്നു പോകാനും കഴിയത്തില്ല. കണ്ടമ്മയുടെ ചാക്കോച്ചൻ എന്ന് പറയുന്ന ആ പ്രിയ ദൈവദാസൻ, ആമേൻ, അമ്മച്ചിക്കൊക്കെ അറിയാമായിരിക്കും. കണ്ടമ്മയുടെ ചാക്കോച്ചൻ ആമേൻ 9 മക്കളുമായിട്ട് കണ്ടമ്മേട്ടിൽ വന്ന് കാട് വെട്ടിത്തെളിച്ച് 10-20 ഏക്കർ സ്ഥലം കത്തോലിക്കക്കാരനായിരുന്നു. പക്ഷേ അവസാനം ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ആമേൻ. താൻ ഈ രക്ഷയെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ താൻ സകലതും വിട്ട്, കുറെ ഭൂമി വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് ഒരു തോർത്തും ജിപ്പായി വിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു ബൈബിളും എടുത്ത് ദേശം മുഴുവൻ നടന്ന് സുവിശേഷ വേല അറിയിക്കുവാനിടയാണ്. ചുരുക്കി പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുട്ടൂസിൽ കണ്ടുപോകാൻ തോറ്റുപോകാം, പക്ഷെ ഒന്നിൽ തോറ്റുപോകരുത് കേട്ടോ മക്കളെ. പാസ്റ്ററെ, തോറ്റുപോകരുത്. പ്രാർത്ഥനയിൽ കുറ്റിയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക മാത്രമല്ല, അത് ലഭിച്ചു എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിവിടെ മക്കൾക്കൊക്കെ അറിയാം ഇത്രയും കാര്യങ്ങൾ. ഏറെക്കുറെ ദേവന്മാർ പാസ്റ്റർക്കും എന്നെ കുറിച്ച് അറിയാം. വളരെ വർഷങ്ങളായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി പാസ്റ്റർക്ക് അറിയാം. ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികൾക്കും പലർക്കും അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ചത്തോളം കൊണ്ടുവന്ന ആ നല്ലവനായ ദൈവം. ആമേൻ. നമ്മൾ വായിച്ചിരിക്കുകയാണ്. ഞാൻ